ഇതിനു മുമ്പുള്ള എൻ്റെ എല്ലാ ഷോർട്സിലും നിങ്ങൾ ഇങ്ങനൊരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇതൊരു അവർ ഗ്ലാസ് ആണ്. ഇതിന് ഞാൻ നാദുവിന് കല്യാണത്തിന് മുമ്പ് ഉള്ളൊരു വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നേ. കുറേ നാളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഐനൂസ് കഴിഞ്ഞ ദിവസം എടുത്ത് കളിച്ചപ്പോഴേക്കും വഴിയില്ലാത്തോണ്ടിട്ട് അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ആ ഗ്ലാസ് ടൈപ്പ് ഫുള്ള് പൊട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു വൈറ്റ് കോട്ടിങ് കൊടുത്തിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വൈറ്റ് കോട്ടിങ് 3-4 ടൈം കൊടുത്തിട്ട് പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡും കൂടിയിട്ട് കോട്ട് ചെയ്തിട്ട് ഇതേ വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇൻസുലിൻ്റെ കുറച്ച് ബോട്ടിൽസ് ഉണ്ടായിരുന്നു, കുറച്ച് empty ബോട്ടിൽസ്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ഡോട്ട് ഇട്ടെടുത്തു. ഡോട്ട് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാനതൊരു ലവ് ആക്കി എടുത്തു. എന്നിട്ടും ഇഷ്ടമായില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള വേറൊരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിലോട്ട് കുറച്ച് ഡെയ്സി ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ പറയാം ഡെയ്സി ആണെന്നൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ എല്ലാം വരച്ചു കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വുഡൻ സ്റ്റിക്ക്, കുറച്ചല്ല ഒരെണ്ണം മതി, ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പീസസും ഒന്നിനൊന്ന് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസസ് ഫ്രെയിമിൽ ഇതേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഫ്രെയിം മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ. ചെയ്ത് വന്നപ്പോഴാണ് ഓരോ ഐഡിയാസ് കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ബോ എടുത്തിട്ട് സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കെന്തോ കളറായിട്ടൊന്നും സെറ്റ് ആയില്ല. അപ്പോൾ ജ്യൂട്ട് ത്രെഡ് വെച്ചിട്ട് ഒരു ബോ കൂടി ഉണ്ടാക്കിയിട്ട് ഫ്രെയിമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബോ ഒക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു യെല്ലോ പെയിൻറ്റ് ബഡ്സിൽ മുക്കിയിട്ട് ഡെയ്സി ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെയ്സി ആണെന്ന് കുറച്ചും കൂടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ആയിട്ട് വരക്കാനൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ബ്രഷ് വെച്ചിട്ട് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫ്ലവറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ജ്യൂട്ട് ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ആ ബോട്ടിലിൻ്റെ മേളിലായിട്ട് വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. B7000 ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബോട്ടിൽ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൂടാതെ ബോട്ടിലിനകത്ത് കുറച്ച് ഡ്രൈ ഫ്ലവർ, എൻ്റെ കയ്യിൽ ബേബി ഡ്രൈ ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഇങ്ങനെ പ്രഷ്യസ്ന്ന് എഴുതി നോക്കി. അവിടെ എവിടെയെങ്കിലും ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെയാണ് ഓർത്തത് വാലന്റൈൻസ് ഡേക്ക് കൊടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് വാലന്റൈൻ എഴുതിയിട്ട് ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണേ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യാനിരുന്നപ്പോൾ ഒരു പ്ലാൻ ഇല്ലാണ്ട് ചെയ്തൊരു വർക്കായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.